ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം തരുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നാം പഠിച്ചത്. 2-ാം അധ്യായത്തിൽ നാം അതിന്റെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള നമ്മുടെ സ്ഥാനമാണ്, അവർ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്. നാം മുമ്പേ ആരായിരുന്നു, നാം ഇപ്പോൾ എവിടെയായിരിക്കുന്നു എന്ന് 2-ാം അധ്യായത്തിൽ പറയുന്നു. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പാപം നമുക്കെതിരെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പാപം നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. 10-ാം വാക്യത്തിൽ ദൈവം നമ്മൾ കൂടി പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പം നമ്മൾ 1 മുതൽ വാക്യങ്ങൾ കണ്ടത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മയും ദൈവം വിടുവിച്ചു. എന്നെങ്ങനെയാണ്? തന്റെ കൃപയാലും കരുണയാലും ദൈവത്തിന്റെ മഹാസ്നേഹത്താലും നമ്മെ വിടുവിച്ചു. അപ്പൊ അവിടെ കാണുന്നത് പാപിയായ മനുഷ്യനുള്ള ദൈവത്തിന്റെ സ്നേഹമാണ് ആണ് കാണുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പാപിയായ മനുഷ്യനുള്ള ദൈവത്തിന്റെ ആദ്യ വികാരം എന്ന് പറയുന്ന സ്നേഹം എന്നാണ്. ക്രിസ്തുവിനെ മരിച്ചവർ, നമ്മൾ 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ കണ്ടു. ക്രിസ്തുവിനെ മരിച്ചവർ ഉയർപ്പിച്ച ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാൽ തന്നെയാണ് ദൈവം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെയും ഉയർപ്പിച്ചത് എന്ന് കാണുവാനായിട്ട് കാണും. അതിക്രമങ്ങളും പാപങ്ങളും എന്നാൽ നമ്മൾ കണ്ടത്, അതിക്രമം എന്ന് പറയുമ്പോൾ ബൗണ്ടറിക്ക് പുറത്ത് ദൈവം നമുക്കൊരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്, അതിർത്തി വെച്ചിട്ടുണ്ട്, നമ്മൾ അതിന്റെ പുറത്തായി പോയി. അതുപോലെ തന്നെ പാപം എന്ന് പറയുന്ന അത് ഒരു ദൈവത്തിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡിൽ നിന്ന് നമ്മൾ മാറിപ്പോയി. അപ്പം അതിക്രമങ്ങളും പാപങ്ങളും എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് വെച്ചിരുന്ന ആ ഒരു പരിധിക്ക് നമ്മൾ പുറത്തായി പോയ അവസ്ഥ. അങ്ങനെ ആയിരുന്നപ്പോൾ നാം എന്തോ ചെയ്തു? നാം ഈ ലോകത്തിൽ ഈ ലോകക്കാരായി ലോകത്തിന്റെ ഗതിക്ക് അനുസരിച്ച് പോയിരുന്നു. നമ്മൾ പറഞ്ഞു ഫ്ലോട്ടിംഗ് ലൈക്ക് ഡെഡ് ബോഡി, മൃതശരീരം പോലെ ഈ ലോകത്തിന്റെ ഗതിക്ക് നമ്മൾ എതിരെ ആയിരുന്നില്ല, ഗതിക്ക് അനുകൂലമായി നമ്മൾ ഒഴുകി നടക്കുന്നവരായിരുന്നു. നമ്മളെ സങ്കീർത്തനങ്ങൾ കാണുന്നുണ്ട്, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം എന്നൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാപത്തിന്റെ ചെളിയിലാണ് പോയ മനുഷ്യനെ ദൈവം അവിടുന്ന് കൈപിടിച്ച് ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. നമ്മളെല്ലാവരും ആ അവസ്ഥയിലായിരുന്നു. ദൈവം നമ്മെ വിടുവിച്ചു. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? നാം ക്രിസ്തുവേശു തന്നോടുകൂടെ ഉയർപ്പിച്ചു. ക്രിസ്തുവിന്റെ അതേ പദവി നമുക്ക് നൽകിയിരിക്കുന്ന ദൈവമക്കൾ എന്ന പദവിയിലേക്ക് നമ്മെ ഉയർത്തിയിരിക്കുന്നു. 4-ാം വാക്യം നമ്മൾ കണ്ട, കരുണാസമ്പന്നനായ ദൈവമോ അമ്മയെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. ഇംഗ്ലീഷിൽ ബട്ട് ഗോഡ് എന്ന ഒരു പദമാണ് ഉപയോഗിച്ചത്. നാം എങ്ങനെയായിരുന്നു? നാം പാപികളായിരുന്നു, എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ചു. നാം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു, എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ചു. ആ ദൈവത്തിന്റെ വലിയ കരുണയാൽ ദൈവം നമ്മെ വിടുവിച്ചു. 5-ാം വാക്യം ആണല്ലോ നമ്മളിന്ന് പഠിക്കുന്നത്. 5-ാം വാക്യത്തിലേക്ക് പോകാം. 5-ാം വാക്യം ഞാൻ വായിക്കാം. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ദൈവ സ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയും. നാം എവിടെയായിരുന്നു? അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു. നമ്മുടെ പഴയ അവസ്ഥ അതായിരുന്നു. ഇപ്പോൾ നാം ക്രിസ്തുവിനോടുകൂടെ ജീവിച്ചിരിക്കുന്നു. അത് കൃപയാലാണ്. ദൈവത്തിന്റെ മഹാസ്നേഹത്തെ പറ്റി നമുക്ക് പറയുമ്പോഴേ ദൈവം വിളിച്ച വ്യക്തി, സ്നേഹിക്കപ്പെടുന്ന ദൈവം നമ്മെ സ്നേഹിച്ചു, ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ അയോഗ്യതയും സ്നേഹശൂന്യതയും കണക്കെടുക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആ വലിയ മഹാസ്നേഹത്തെ പറ്റി, ആ സ്നേഹത്തിന്റെ പാരമ്യത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നാം ഒരാളെ സ്നേഹിക്കുന്നത് നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച്, അല്ലെ അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് നാം എല്ലാം നോക്കും. നമ്മളെക്കാൾ താണ ഒരാളെ സ്നേഹിക്കാൻ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ്, അല്ലെ? അല്ലെങ്കിൽ അവർ നമ്മെ സഹായിച്ചതായിരിക്കണം, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തതായിരിക്കണം. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ് നാം ഓരോരുത്തരെ സ്നേഹിക്കുന്നത്. ഇപ്പൊ ഈ ലോകത്തിന്റെ ഏത് കാര്യങ്ങളാണേലും, ഒരു ജോലിയിൽ നമ്മൾ പ്രവേശിക്കണമെങ്കിലും നമ്മുടെ അയോഗ്യതകൾ നോക്കിയിട്ടല്ല നമ്മെ ഒരു കാര്യത്തിലേക്ക് തെരഞ്ഞെടുക്കാൻ, നമ്മുടെ യോഗ്യതകൾ നോക്കിയിട്ടാണ്. പക്ഷെ നമ്മൾ ഇവിടെ കാണുന്ന ദൈവത്തിന്റെ സ്നേഹം വ്യക്തമാക്കുന്നത്, ഒരു വലിയ സ്നേഹം മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ യോഗ്യതകൾ ഒന്നും നോക്കിയിട്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്. ആദ്യത്തെ വാക്യങ്ങളോട് അതിക്രമങ്ങളാലും പാപങ്ങളാലും
മരിച്ചവരായിരുന്നപ്പോഴാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. നാം നല്ലവരായി തീരുന്നത് വരെയോ അല്ലെങ്കിൽ നാം നല്ലതായി തീർന്നതിന് ശേഷമോ അല്ല ദൈവം നമ്മെ സ്നേഹിച്ച്. നാം പാപികളായിരുന്നപ്പോൾ, റോമലേഖനം അങ്ങനെയല്ലേ പറഞ്ഞ, അഞ്ചാമത്തെ, നാം പാപികളായിരുന്നപ്പോൾ, നാം ബലഹീനരായിരുന്നപ്പോൾ, നാം മരിച്ചവരായിരുന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്തു. അപ്പൊ നാം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നപ്പോഴാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്, നമ്മെ വീണ്ടെടുത്ത്. അപ്പൊ നമ്മെ വീണ്ടെടുക്കുന്നതിനുള്ള ഒരേ ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് നാം പാപികളായിരുന്നു എന്നത് മാത്രമായിരുന്നു ദൈവത്തിന്റെ റിക്വയർമെന്റ്. അപ്പൊ നമ്മെ രക്ഷയ്ക്ക് അർഹരാക്കാൻ കഴിഞ്ഞ ഒരേ ഒരു കാര്യം നമ്മുടെ പാപം മാത്രമാണ്. പാപമായതുകൊണ്ട് കാര്യമല്ല, നാം പാപിയാണെന്ന് നാം ഏറ്റുപറയുമ്പോഴാണ്, നാം ഏറ്റുപറയണം, നാം ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോഴാണ്. പാപമാണ് റിക്വയർമെന്റ്, പക്ഷെ നാം പാപിയാണെന്ന് സമ്മതിക്കുമ്പോഴാണ്. എല്ലാവരും പാപികളായി തീർന്നു, പക്ഷെ സമർപ്പിച്ചവർക്ക് മാത്രമേ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, പുത്രനിലേക്ക് വരുമ്പോൾ നാം മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. നിത്യമരണത്തിൽ നിന്ന് ക്രിസ്തുവിനാൽ നാം നിത്യജീവങ്കിലേക്ക് ആയിത്തീരുന്നു. വായിക്കാം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. അപ്പം നാം മരണത്തിന്റെ അവകാശികളായിരുന്നു എന്ന് പറഞ്ഞാൽ നിത്യമരണത്തിന്റെ അവകാശികളായിരുന്നു. അവിടെ നമ്മെ നിത്യജീവനിലേക്ക് ദൈവം കൈപിടിച്ച് ഉയർത്തുകയാണ് ചെയ്തത്. നമ്മള് 5, 6, 7 വാക്യങ്ങളില് കാണുന്നത് 3 കാര്യങ്ങളാണ് കാണുന്നത്. ക്രിസ്തുവിനോട് കൂടെ ദൈവം നമ്മെ ജീവിപ്പിച്ചു, നമ്മളെ ഉയർപ്പിച്ചു, അതുപോലെ തന്നെ നമ്മെ സ്വർഗത്തിൽ ക്രിസ്തുവിനോട് കൂടെ ഇരുത്തുകയും ചെയ്തു. അപ്പൊ നമ്മെ ജീവിപ്പിച്ചു, നമ്മെ ഉയർപ്പിച്ചു, നമ്മെ ക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്യുന്നു. അപ്പം മരിച്ചവരെ ജീവിപ്പിച്ചു, നമ്മുടെ പാപങ്ങളാലും അതിക്രമങ്ങളാലും മരിച്ചവരെ ക്രിസ്തുവിനോട് കൂടെ ജീവിച്ചു. മരിച്ചവർക്ക് മാത്രമേ പുതുതായ ഒരു ജീവിതം ഉണ്ടാകുവാനായിട്ട് കഴിയത്തുള്ളൂ. നാം മരിച്ചു എന്ന് റോമാലേഖനമാണ് ഇത് പറയുന്നത്. നമുക്ക് റോമാലേഖനം 6-ാം അധ്യായത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ നല്ലോണം വ്യക്തമായിട്ട് പറഞ്ഞു. നമുക്ക് വായിക്കാം. അപ്പൊ മരിച്ചവർക്ക് മാത്രമേ ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ ക്രിസ്തുവിനോട് മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചാൽ മാത്രമേ എനിക്ക് ക്രിസ്തുവിനോട് കൂടെ ജീവിക്കാനായിട്ടും കഴിയത്തുള്ളൂ. റോമാലേഖനം 6-ന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. ഇനി 11 മുതലുള്ള വാക്യങ്ങൾ നാം മരിച്ചവർ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായിത്തീരുന്നു. 6-ന്റെ 5, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ നാം ഏകീഭവിച്ചവരാണെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പൊ നാം മരിച്ചു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ മരിച്ചവൻ, ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്ന് വിശ്വസിക്കുന്നവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും. നാം മരിച്ചുവെങ്കിൽ നാം അവനോടുകൂടെ ജീവിക്കും. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്ക്, ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നല്ലോ. അവൻ മരിച്ചു പാപസംബന്ധമായി, നമ്മുടെ പാപസംബന്ധമായി അവൻ മരിച്ചു, ജീവിക്കുന്നു, ക്രിസ്തു ജീവിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ 11-ാം അധ്യായം വാക്യം മുതൽ അങ്ങനെയാണ് പറഞ്ഞത്, ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചു. നമ്മുടെ പാപസംബന്ധമായി നാം മരിച്ചു, ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നാം ഇനി പാപം നമ്മുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് വാഴരുത്. ഇനി വാഴരുത്. നാം ഒരു കാലത്ത് ലോകത്തിന്റെ മോഹങ്ങളിലൂടെ ലോകത്തിന്റെ മക്കളായി ഈ ലോകത്തിന് രൂപരായി ജീവിച്ചവരായിരുന്നു. ഇപ്പോൾ നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്ന് നാം വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഇനി പാപത്തിന് നമ്മുടെ മേൽ അധികാരമില്ല. അതുകൊണ്ട് 6-ന്റെ 13, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. പണ്ട് നാം അങ്ങനെ ആയിരുന്നു.
നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുള്ളൂ. നമ്മുടെ ഓരോ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച അവസ്ഥയിലായിത്തീരണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് നമ്മൾ കാണരുത്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് നാം കേൾക്കരുത്. എല്ലാം ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കണം. നാം ഓരോ ദിവസവും ചോദന ചെയ്യണം നാം എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഇനിയുള്ള ജീവിതം നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ഇനി നാം ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്ന അവസ്ഥയിലാണ്. ആത്മീകമായി മരിച്ചവരായ മനുഷ്യരെ ജീവനുള്ളവരാക്കി തീർത്തു. അത് എന്തിനാലാണ്? ക്രിസ്തുവിനാൽ, ദൈവത്തിന്റെ കരുണയാലും കൃപയാലും. ആ കരുണയും കൃപയും ഉണ്ടായത് ദൈവത്തിന്റെ നിത്യ സ്നേഹത്താലാണ്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. അത് മറന്നു പോകരുത്. ദൈവത്തിന്റെ സ്നേഹത്താലാണ് ദൈവത്തിന്റെ കൃപയും കരുണയും നമ്മോട് തോന്നുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അത് നമ്മളെ ആത്മീകമായി മരിച്ചവരായിരുന്ന മനുഷ്യരെയൊക്കെയും ജീവിപ്പിക്കുന്നത് സുവിശേഷത്തിന്റെ ശക്തിയാലാണ്, ദൈവത്തിന്റെ വചനത്താലാണ്. ദൈവം ജീവിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനത്താലാണ്, സുവിശേഷത്തിന്റെ ശക്തിയാലാണ്. നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം നമ്മൾ പഠിച്ചു 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം. അപ്പൊ ആ ആദ്യൽ ഉൽപ്പത്തിയിൽ ദൈവം ഉണ്ടാകട്ടെ, സകലവും ഉണ്ടാകട്ടെ വന്ന് അതേ വചനത്താൽ നമ്മെയും ഉയർപ്പിച്ചു. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 4:6-7 വാക്യങ്ങൾ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളിച്ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിരിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ദൈവ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ്. ഞങ്ങൾക്ക് പ്രശംസിപ്പാൻ ഒരു കാരണമില്ല. ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാലും ദൈവത്തിന്റെ വചനത്താലുമാണ് ഇതായിത്തീരുന്നത്. നമ്മെ ദൈവം ജീവിപ്പിച്ചു. അത് ദൈവത്തിന്റെ കൃപയാലാണ്. ഇവിടെ പറയുന്ന കൃപയാലത്രേ നിങ്ങൾ കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. 8-ാമത്തെ വാക്കിലെ വിശ്വാസം മൂലം. അപ്പൊ കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം പാപത്തിന്റെ റോമർ 8:23 പറഞ്ഞ പാപത്തിന്റെ ശമ്പളം മരണമായിരുന്നു. നമ്മളുടെ പാപങ്ങളുടെ ശമ്പളമെല്ലാം നിത്യമരണമായിരുന്നു. അതിൽ നിന്നൊക്കെ ദൈവം നമ്മെ രക്ഷിച്ചു. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിത്യ ജീവൻ തന്നെ. അപ്പം പാപത്തിന്റെ ശമ്പളമായ മരണം നമുക്ക് തരാതെ നമുക്ക് നിത്യജീവനെ തന്നു. അപ്പം നമ്മൾക്ക് അർഹമായിരുന്ന ആ നിത്യ നരകം നമ്മിൽ നിന്ന് മാറ്റിയിട്ട് ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് നിത്യജീവനെ തന്നു. അപ്പൊ കൃപയാൽ മാത്രമാണ് രക്ഷ എന്ന് പറയുന്നത്. മനുഷ്യന്റെ പ്രവൃത്തിയോ ഒരു യോഗ്യതയും രക്ഷയ്ക്ക് കണക്കിടുന്നില്ല. ഒരേ ഒരു യോഗ്യത മാത്രം, നാം മരിച്ചു എന്ന് നാം സമ്മതിക്കുക മാത്രം ചെയ്താൽ മതി. അപ്പം ദൈവത്തിന്റെ അനർഹളമായ സ്നേഹമാണ് ഈ രക്ഷയ്ക്ക് കാരണമായി തന്നെ. അപ്പം ദൈവ സ്നേഹത്തിന്റെ ആഴം നമുക്ക് അളക്കുവാനായിട്ട് കഴിയുന്നതല്ല. അപ്പം ദൈവത്തിന്റെ ആ വലിയ സ്നേഹത്തിന് ഉത്ഭവിച്ചതാണ് ദൈവത്തിന്റെ കൃപ എന്നുള്ളത്. അപ്പം ദൈവം നമുക്ക് സൗജന്യമായ ലഭിച്ച കൃപയായതുകൊണ്ട് പലർക്കും അതിന് ഒരു വിലയുമില്ലല്ലേ. അപ്പം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയാൽ മാത്രമേ എന്തിനും വിലയുള്ളൂ. സൗജന്യമായി കിട്ടുന്ന ഒന്നിനും വലിയ വിലയില്ല. സ്വന്തം അധ്വാനിച്ച് വല്ലതൊക്കെ ചെയ്യുവാണെങ്കിൽ അതിന് വിലയുണ്ട്, പക്ഷെ ചുമ്മാതെ കിട്ടിയതിന് വിലയില്ല. പക്ഷേ നമുക്കത് അധ്വാനിച്ച് കിട്ടുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് മാത്രമാണ് ദൈവം ഇത് ദാനമായി തന്നത്. നമ്മുടെ ജീവിതത്തിലൊന്ന് നോക്കിയാലേ നമ്മൾ കുടിക്കുന്ന വെള്ളം നമുക്ക് ഇപ്പൊ കുറച്ചൊക്കെ വാങ്ങിച്ചല്ലേ കുടിക്കുന്ന വെള്ളം വാങ്ങിക്കാം, പക്ഷെ എല്ലാ വെള്ളവും നമുക്കൊന്ന് വാങ്ങിക്കാനൊന്നും ഒക്കത്തില്ലല്ലോ അല്ലേ. നമ്മുടെ ജനിച്ച കാലം മുതലുള്ള ഉപയോഗിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്ത് കൊണ്ടൊന്നും വാങ്ങിക്കുന്ന, നമ്മുടെ ശ്വസിക്കുന്ന വായു നമുക്ക് വാങ്ങിക്കാനൊക്കത്തില്ല. അപ്പൊ മനുഷ്യന് സ്വന്തമായി നേടിയെടുക്കാൻ കഴിയാത്തത്, അങ്ങനെയാണെങ്കിൽ ചിലതൊക്കെ നേടിക്കാൻ ചിലർക്ക് കഴിയുമായിരിക്കും, പക്ഷെ എല്ലാവർക്കും കഴിയത്തില്ല. രക്ഷയും അതുപോലെ തന്നെ മനുഷ്യനെയും കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തത് ദൈവം ദാനമായി നമുക്ക് തന്നിരിക്കും. ദൈവം നമ്മുടെ പ്രവൃത്തിയാലോ മറ്റതിലൊക്കെ ആണെങ്കിൽ ചിലർക്ക് മാത്രം അത് നേടിയെടുക്കാൻ കഴിയുമായിരിക്കും അല്ലേ.
പക്ഷെ എല്ലാവർക്കും അത് നേടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവം സൗജന്യമായി നൽകിയ രക്ഷയാണ്. അതുകൊണ്ട് നാം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്ന പോലെ നമ്മുടെ പാപത്തിന്റെ കയ്പ് എത്ര കഠിനമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴാണ് ദൈവത്തിന്റെ ആ രക്ഷയുടെയും കൃപയുടെയും മനോഹാരവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മൾ ഓരോ ദിവസവും വചനം പഠിക്കുമ്പോഴേ നാം എത്രത്തോളം പാപക്കുഴിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം നമ്മെ ഓരോ ദിവസവും നാം ആരായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നാം കൂടുതൽ വചനം പഠിക്കുമ്പോൾ നാം ചെറുതായി തീരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമൊക്കെ വചനം പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ അറിയാമാകുന്നവരാന്ന് പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓരോ ദിവസവും വചനം പഠിക്കുമ്പോൾ നാം നമ്മെ തന്നെ കാണുകയാണ് ചെയ്യുന്നത്. ദൈവം നമ്മെ തന്നെ മനസ്സിലാക്കുവാൻ ഇടയാക്കിയത്. നാം എത്ര ശൂന്യതയുള്ളവരാണ്, നാം ഒന്നുമില്ലാത്തവർ. ഇതാണ് നമ്മൾ ഈ 2-ാം അധ്യായത്തിൽ ഏത് ലേഖനം പഠിച്ചാലും നമ്മൾ അതിനെ ആഴമായി പഠിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കാരണം നമ്മുടെ അവസ്ഥ മനസ്സിലായാൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ആ നിത്യമായ രക്ഷ നമുക്ക് തന്ന അനർഘളമായ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ രക്ഷയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നാം എപ്പോഴും ആ ദൈവത്തിന്റെ കൃപയ്ക്ക് എന്നും നന്ദിയുള്ളവര് ആയിരിക്കണം. ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കേണ്ട ഒരു കാര്യമില്ല. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവൻ പാപം ചെയ്തപ്പോ സാധാരണ എല്ലാവരും പോകുന്നത് പോലെ അങ്ങ് പോയെന്ന് വിട്ടാൽ മതിയായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ വീണ്ടും നമ്മോട് നാം ആ ഫെലോഷിപ്പ് ആദിയിൽ ഉണ്ടായിരുന്ന ആ ഫെലോഷിപ്പ് ദൈവം വീണ്ടും നമ്മളോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവത്തിന് കൃപ തോന്നി. നമ്മുടെ ഒരു ഗുണവുമല്ല, നമ്മുടെ ഒരിതുമല്ല, ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ് രക്ഷ. ഓക്കെ, നമുക്കിനി 6-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 6ഉം 7ഉം വാക്യങ്ങൾ ഞാൻ ഒരുമിച്ച് വായിക്കാം. ക്രിസ്തുവേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിലെത്തുകയും ചെയ്തു. നമ്മെ ജീവിപ്പിച്ചു, നമ്മെ ഉയർപ്പിച്ചു, നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കണം. നാം ഭൂമിയിലായിരിക്കുന്നെങ്കിൽ നമുക്ക് സ്വർഗത്തിലൊരു സ്ഥാനവും ഉണ്ട്. അപ്പൊ ഇവിടെ ക്രിസ്തുവേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ, ഇത് വാത്സല്യം എന്നൊക്കെ നമ്മൾ എനിക്കറിയില്ല എത്ര പ്രാവശ്യം ബൈബിളിൽ ഉണ്ടെന്ന് ഞാൻ സെർച്ചൊന്നും ചെയ്തില്ല. പക്ഷേ വാത്സല്യം എന്ന് പറയുന്ന സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വാത്സല്യം അല്ലെ, ഭയങ്കര കൂടുതൽ സ്നേഹത്തിന്റെ ഒരു വലിയൊരു കൂടിയതായ ഒരു സംഭവം ആയിരിക്കാം വാത്സല്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പറയുന്നത് തന്റെ കൃപയുടെ അത്യന്തധനത്തെ, വെറും കൃപയല്ല, അത്യന്തധനത്തെ. അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവുന്നത് എന്താ അത്യന്തധനം എന്ന് പറയുന്നത്? വരുംകാലങ്ങൾ, ഇപ്പോഴല്ല ഇനി വരുംകാലങ്ങളിൽ, നമ്മൾ ഈ ലോകത്തിൽ മാത്രമല്ല വരുംകാലങ്ങളിൽ നമ്മെ അത് കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ സ്വർഗത്തിൽ നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പം ഈ സ്വർഗത്തിൽ ഇരുത്തി എന്ന് പറയുന്നത് നമുക്കിനി വരുവാനിരിക്കുന്ന സംഭവമാണോ, നമുക്ക് ഇപ്പോഴത്തെ സംഭവമാണ്? അത് നമ്മുടെ പ്രസന്റ് കണ്ടീഷനാണ് നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത്. നമുക്ക് വിശ്വാസം വരുന്നില്ലായിരിക്കും. നമ്മളിപ്പോ ഭൂമിയിലായിരിക്കുന്നു, പക്ഷെ നാം സ്വർഗത്തിൽ ഇരിക്കാൻ നമുക്ക് വിശ്വാസം വരുന്ന, പക്ഷെ നമ്മെ സ്വർഗത്തിൽ ഇരുത്തി. അപ്പം നമ്മെ ദൈവം അതിക്രമങ്ങളാലും പാപങ്ങളാലും ജീവിപ്പിച്ചപ്പോൾ 2 കാര്യങ്ങൾ അതിനോട് കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് സംഭവിച്ചത്. നമ്മെ ഉയർപ്പിച്ചു, നമ്മെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്യുന്നു. അപ്പൊ രക്ഷയുടെ എന്താ പറയുക, ആ ഇമ്മീഡിയറ്റ് എഫക്ട്സ് ആണ് നമ്മെ ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്യുന്നു പറയുന്നത്. നമ്മള് ലോകത്തിലേക്ക് നോക്കുമ്പോൾ, മറ്റു മനുഷ്യരെ നോക്കുമ്പോൾ അവരുടെ അവസ്ഥയല്ല നമ്മളുടേത്. അവനും ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിൽ മാത്രമായിരിക്കുക ചെയ്യുന്നത്. പക്ഷെ നമ്മള് സ്വർഗത്തിലും കൂടെ നമുക്കൊരു വലിയ സ്ഥാനമുണ്ട്. നാം വിശ്വസിക്കണം, നാം സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ് അത് ഓർക്കാൻ കൂടി, അല്ലേ? അതെങ്ങനെയാ? നമ്മൾ ഈ ഭൂമിയിലല്ലേ ഇരിക്കുന്നത്, എങ്ങനെയാ നമ്മൾ ഈ ലോകത്തിലെ കഷ്ടങ്ങളും ദുഃഖങ്ങളും എല്ലാം അനുഭവിക്കുന്നത്. പക്ഷെ നമ്മൾ എങ്ങനെയാ സ്വർഗത്തിലിരിക്കുന്ന സ്വർഗീയ അനുഭവം എന്ന് പറയുന്നത്? പക്ഷെ ഞാൻ ഒന്ന് പറയാം, ഈ ഭൂമിയിൽ ഇരിക്കുകയാണെങ്കിലും ദൈവവചനവുമായിട്ട് ഇരിക്കുമ്പോൾ സ്വർഗീയ അനുഭവം തന്നെയാ. പക്ഷെ സ്വർഗത്തിലാണ് നമ്മെ ഇരുത്തിയിരിക്കുന്നത്, ക്രിസ്തുവിനോട് കൂടെയാണ് നമ്മെ ഇരുത്തിയിരിക്കുന്നത്. നമ്മൾ പറയുന്നുണ്ട് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ ഉയർപ്പിച്ച ക്രിസ്തുവിനോട് കൂടി നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നാം പറയുന്നുണ്ട് അത് മരിച്ചു കഴിഞ്ഞുള്ള അവസ്ഥയാണ്. പക്ഷെ അവിടെയും പറയുന്നത് അതൊക്കെ തന്നെയാണ്. നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം
നമുക്ക് ഫിലിപ്പി ലേഖനത്തിൽ കാണുവാനായിട്ട് കഴിയും 3-ാം അധ്യായം അവസാന വാക്യങ്ങളിൽ ഈ ലോകത്തിലെ മനുഷ്യരുടെ അവസ്ഥയും ക്രിസ്തുവിനോട് ചേർന്നപ്പോൾ നമ്മുടെ അവസ്ഥകൾക്കും തമ്മിൽ വന്ന മാറ്റത്തെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഫിലിപ്പി ലേഖനം 3:18, 19, 20. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അതാ സാധാരണ മനുഷ്യരുടെ അവസ്ഥ. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അപ്പൊ ഈ ലോക മനുഷ്യർ, ശേഷം മനുഷ്യർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ലോകത്തിലെ സിറ്റിസൺഷിപ്പ് ഉണ്ട്, സ്വർലോകത്തിലെ സിറ്റിസൺഷിപ്പ് ഉണ്ട്. നാം ഇപ്പൊ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അയ്യോ ക്രിസ്തുവിനെ കിട്ടിയത് മൂലം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയാതെ നമുക്ക് മറ്റുള്ളവർക്കില്ലാത്ത വലിയൊരു സൗഭാഗ്യം നമുക്ക് ലഭിച്ചു. നാം സ്വർഗത്തിൽ ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നമുക്കൊരു പുതിയ സ്ഥലം കിട്ടി. ആ പുതിയ സ്ഥലത്ത് പ്രപഞ്ച സൃഷ്ടിതാവായ ക്രിസ്തുവിനോടുകൂടെ നാം ആയിരിക്കണം. നിലത്തായിരുന്നു നമ്മെ ഉയർന്ന നിലത്തെ കുപ്പയിൽ നിന്ന് നമ്മെ ഉയർത്തി സ്വർഗ സ്ഥലങ്ങളിലാക്കിയിരിക്കുക. നമ്മള് ലോകത്തിന്റെ മക്കളായിരുന്നു, പക്ഷെ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നാം പിശാചിന്റെ മക്കളായിരുന്നു. പിശാചിന്റെ മക്കളായിരുന്നു നമ്മെ ദൈവത്തിന്റെ മക്കളായി തീർത്തു. അവിടെ ഇരുത്തി സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയും ചെയ്യുന്നു. പറയുന്നു ആകയാൽ കൊലോസ്യർ 3:1 ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് നോക്കുവേൻ. അപ്പൊ നാം അന്വേഷിക്കേണ്ടത് ഉയരത്തിലുള്ളതാണ്. ഉയരത്തിലുള്ള അന്വേഷിക്കുന്നവർക്ക് മാത്രമേ തങ്ങൾ ഉയരത്തിലാണെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. ഈ ലോകത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്ക് നാം ഈ ലോകത്തിൽ തന്നെയാണ്, ഈ ലോകത്തിന് വേണ്ടി കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ സ്വർലോകത്തിൽ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉയരത്തിലുള്ള അന്വേഷിക്കുകയും ഉയരത്തിലുള്ള തന്നെ ചിന്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ചിന്ത എവിടെയാണെന്ന് നോക്കിയാൽ മതി, നമ്മുടെ സ്ഥാനം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓരോരുത്തരും തന്നെത്താൻ അതിന്റെ പറയുന്നത് തന്നെത്താൻ ശോധന ചെയ്യട്ടെ. നമുക്ക് ഓരോരുത്തർക്കും തന്നെത്താൻ ശോധന ചെയ്യാൻ നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന്. അതെ, ക്രിസ്തുവിൽ സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. അപ്പൊ എവിടെയാണ്? ക്രിസ്തുവിലാണ് നമ്മെ സ്വർഗത്തിലിരുത്തി. എല്ലാം ക്രിസ്തുവിൽ ആണ്. ക്രിസ്തുവിലാണ് നമുക്ക് സകല അനുഗ്രഹങ്ങളും ഉള്ളത്. കാരണം ക്രിസ്തുവിന്റെ രക്തത്താലാണ് നമ്മെ വീണ്ടെടുത്തത്. നമുക്ക് വേണ്ടി പകരക്കാരനായി തീർന്നത് ക്രിസ്തു ആണ്. അപ്പൊ ഇവിടെ ദൈവം വാഴുന്ന സ്വർഗത്തിൽ നാം ക്രിസ്തുവിൽ ആയിരിക്കുന്നു. ഈ ദുഷ്ടലോകത്ത് നമ്മെ വിടുവിച്ച് തേജസ്സിൽ ക്രിസ്തുവിനോട് കൂടി നമ്മെ ഇരുത്തിയിരിക്കുന്നു. അപ്പം നമ്മെ ദൈവം കാണുന്നത് തൻ്റെ പുത്രനിൽ നാം സ്വർഗത്തിൽ ഇരിക്കുന്ന അവസ്ഥയിലാണ്. നാം ഈ താണഭൂമിയിൽ ഇരിക്കുന്നു എന്ന് നമ്മെ തന്നെ കാണുമ്പോൾ ദൈവം നമ്മെ കാണുന്നത് നാം ക്രിസ്തുവിൽ സ്വർഗത്തിൽ ഇരിക്കുന്നു എന്ന അവസ്ഥയിലാണ് ദൈവം നമ്മെ കാണുന്നത്. അപ്പം ആ ക്രിസ്തുവിൽ എന്നതാണ് നാം പ്രാധാന്യം അർപ്പിക്കുന്നത്. അപ്പം നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, നാം ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടു. അപ്പൊ ക്രിസ്തുവിൽ നാം ആയിരിക്കും. നാം ക്രിസ്തുവിന്റെ പ്രതിനിധിയാണ്. അപ്പൊ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ഉയർപ്പിച്ചു. ദൈവം ക്രിസ്തുവിലാണ് നമ്മെ കാണുന്നത്. ദൈവം ക്രിസ്തു നാം സ്വർഗത്തിൽ ഇരിക്കുന്നത് കാണും. പക്ഷെ അങ്ങനെ നാം ഭൂമിയിലായിരിക്കുമ്പോൾ, നാം ഭൂമിയിലും ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രതിനിധികളായി നാം ജീവിക്കണം. നമ്മള് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതിയായി ദൈവത്തോട് നിരമ്പ് കൊള്ളണമെന്ന് ക്രിസ്തുവിന് പകരമായി അപേക്ഷിക്കുന്നു. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ കർത്താവിനെ അനുകരിപ്പിൻ, എന്നെയും അനുകരിപ്പിൻ, അല്ലെ? അപ്പൊ അവര് ക്രിസ്തുവിന്റെ പ്രതിനിധികളായി ക്രിസ്തുവിന് പ്രതിപുരുഷന്മാരായി ഈ ലോകത്തിൽ ജീവിച്ചവരാണ്. അപ്പൊ നാമും അതുപോലെ ആ ക്രിസ്തുവിനെ കാണിക്കുന്നവരായി നാമും ഈ ലോകത്തിൽ ആയിരിക്കണം. അപ്പം ക്രിസ്തുവിൽ ജീവൻ പ്രാപിച്ചവർക്ക് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും അവകാശികളാകുന്നു. ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും ആയിത്തീരുന്നു. അപ്പം സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു നമ്മെ. എന്തിനാണ് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് നമ്മുടെ പറഞ്ഞത്? ആ വരുംകാലങ്ങളിൽ ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന്. വരുംകാലങ്ങളിൽ തൻ്റെ കൃപയുടെ അത്യന്ത മഹത്വത്തെ ഇവിടെ നമ്മള് POC ബൈബിൾ വായിക്കുമ്പോൾ അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച
കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തന്റെ അപരിമിതമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. ഒന്ന് മനസ്സിലായില്ലായിരിക്കും, ഞാൻ പറയാം. എനിവേ, നമ്മള് പാട്ടൊക്കെ പാടുന്നത് ഫ്രം ദ ഗ്രേവ് ടു ദ ത്രോൺ. നമ്മള് ആ ഗ്രേവിലായിരുന്നു, നമ്മൾ ഗ്രേവ് യാർഡിലായിരുന്നു നമ്മെ ആ സ്വർഗത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഉയർത്തിയിരിക്കുന്ന. അവിടെ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്, ആ കൃപാധനം. രക്ഷ എന്നത് അത്യന്തം വലിയ സംഗതിയാണ്. എങ്കിലും അതിലും വലിയ സംഗതിയാണ് ആ ഭാവിയിൽ നമുക്ക് ലഭിക്കാനുള്ള തേജസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, രക്ഷ ഏറ്റവും വലിയ സംഗതിയാണ്, എങ്കിലും അതിലും വലിയ സംഗതിയാണ് നാം തേജസ്സിൽ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുക എന്ന് പറയുന്നത്. നാം രക്ഷ പ്രാപിച്ച് അല്ലെ രക്ഷിക്കപ്പെട്ട് ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് പണ്ടുണ്ടായിരുന്ന ആ പാപ ശരീരത്തിലാണ് നാം ജീവിക്കുന്നത്, അല്ലെ? പക്ഷേ ഈ ശരീരം മാറി, ഈ ദ്രവത്വം മാറി ആ തേജസ്സിൽ അദ്രവത്വത്തിലായിത്തീരുന്ന ഒരു സമയം ഉണ്ട്. അതാണ് വരും കാലങ്ങളിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ കാണിക്കേണ്ടതിന്. നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടു, നാം കൃപയാൽ ജീവിക്കുന്നു, നാം കൃപയാൽ തേജസ്സിലാവുന്നു. അപ്പൊ എത്ര കൃപ പറയണം! അപ്പൊ ആ എത്രയെല്ലാം കൃപ പറയുന്നതിന് പകരമായിരിക്കാം പൗലോസിന്റെ കൃപാധനം എന്ന് പറയുന്നത്. നമ്മള് റോമാലേഖനം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, പാപം പെരുകിയെടുത്ത കൃപ അത്യന്തം വർദ്ധിച്ചു. ചിലവരൊക്കെ പ്രാർത്ഥിക്കുമ്പോ പറയുന്ന കേട്ടിട്ടില്ലേ, കർത്താവെ ഇന്നത്തെ കൃപ മല്ല, നമുക്ക് ഇന്നലത്തെ കൃപ പോരാ ഇന്ന് ജീവിക്കാൻ, നാളത്തെ കൃപ. എന്തുകൊണ്ട്? എനിക്ക് ആദ്യമൊന്നും അതിൻ്റെ ഒന്നും അർത്ഥമൊന്നും മനസ്സിലായില്ല. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ പാപം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം, അനീതിയും അക്രമവും പെരുകിക്കൊണ്ടിരിക്കുന്ന ലോകം, ആ പാപത്തിന് അടിമപ്പെടാതിരിക്കേണ്ടതിന്, നാം പാപത്തോട് എതിർത്ത് നിൽക്കേണ്ടതിന്, ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് നമുക്ക് എത്രത്തോളം കൃപ വേണ്ടി വരും, അല്ലെ? നോക്കിയേ, വിശ്വാസികളെന്ന് പറയുന്നവർ പോലും തെറ്റിപ്പോകുന്ന അവസ്ഥയിൽ, വൃതന്മാരിൽ പോലും തെറ്റിക്കുന്ന അവസ്ഥയില് നാം ആ പാപത്തിന് അടിമപ്പെടാതെ വണ്ണം ഈ ലോകത്തിൽ ജീവിക്കേണ്ട ദൈവത്തിന്റെ അനർഹമായ വലിയൊരു കൃപ നമുക്ക് കൂടിയേ തീരത്തുള്ളൂ. അപ്പൊ ഓരോ ദിവസവും ദൈവത്തോട് നാം അടുത്തു വരുമ്പോൾ ആ അദൃശ്യ ലോകത്തിൽ നമുക്ക് ഏറെ പ്രതികൂലങ്ങൾ ഉണ്ടാകാം, അല്ലെ? ആ പ്രതികൂലങ്ങളിലൊന്നും നാം അതിനോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതിന് ദൈവം നമുക്ക് വലിയൊരു കൃപ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കും. കാരണം ദൈവം നാം ഇപ്പോൾ ഈ ലോകത്തിലാണെങ്കിലും ദൈവം നമ്മെ കണ്ടേക്കുന്ന എവിടെയാ? ക്രിസ്തുവിലാ ദൈവം നമ്മെ കണ്ടിരിക്കുന്ന. സ്വർഗ സ്ഥലങ്ങളിൽ ക്രിസ്തുവിനോട് അനുരൂപരായിരിക്കുന്നതായിട്ടാ ദൈവം നമ്മെ കാണുന്നത്. ഒരു കുശവൻ ആ കളിമണ്ണ് കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കാനായിട്ട് കളിമണ്ണ് എടുക്കുമ്പോൾ ആ താൻ ഉണ്ടാക്കാൻ പോകുന്ന ആ കളിമണ്ണിന്റെ ഒരു പാത്രത്തിന്റെ ഒരു മനോഹര രൂപം കണ്ടുകൊണ്ടാണ് താൻ ഒരു കളിമണ്ണിനെ മെനഞ്ഞുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ആദിയിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും അറിയുന്ന ദൈവം നാം ഭാവിയിൽ ആരായിരിക്കും എന്നറിഞ്ഞുകൊണ്ടാണ് നമ്മെ തിരഞ്ഞെടുത്തതും ദൈവത്തിന്റെ കൃപയാൽ നമ്മെ വിടുവിച്ചതും ദൈവത്തിന്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചതും ഈ ലോകത്തിൽ നമ്മെ കൃപയാൽ നമ്മെ നടത്തുകയും ചെയ്യുന്നത്. അപ്പം തന്റെ പുത്രനെ പോലെ അനേകം പുത്രന്മാരെ, നമ്മൾ അനേകം സഹോദരന്മാരെ കണ്ടെന്നല്ലേ പറയുന്ന എബ്രായലേഖനം. അതുപോലെ അനേകം പുത്രന്മാരെയും പുത്രിമാരെയും തേജസ്സിൽ കാണുന്നതിന് വേണ്ടി ദൈവം ഓരോ നാളും നമ്മളുടെ മേൽ അനർഹമായ കൃപ തന്നുകൊണ്ടേയിരിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷം, അതിക്രമങ്ങളാലും പാപങ്ങളാലും രക്ഷപ്പെട്ടതിന് ശേഷം വീണ്ടും നമ്മുടെ ജീവിതം നോക്കിയാൽ പലപ്പോഴല്ല മിക്കപ്പോഴും നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന പ്രവൃത്തികളാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണേണ്ടാത്തെല്ലാം കാണും, അല്ലെ? യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിന് പകരം വേണ്ടാത്തെല്ലാം കാണും, വേണ്ടാത്തെല്ലാം കേൾക്കും, വേണ്ടാത്ത സ്ഥലത്തിലൊക്കെ പോകാനായിട്ട് ശ്രമിക്കാറുണ്ടല്ലേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും അതിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും
കർത്താവ് ആ ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു എന്നുള്ള ഒരേ ഒരു പരിഗണനയാല് എപ്പോഴും നമ്മുടെ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ഓരോ ദിവസവും കൃപയാൽ നമ്മെ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നാം സ്വർഗത്തിൽ ഇരിക്കുക. അപ്പൊ ഇതാണ് തന്റെ കൃപയുടെ ധനം. നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ വിചാരിക്കും ദൈവം നമ്മെ രക്ഷിച്ചു, അത് വലിയ കാര്യം കഴിഞ്ഞു. പക്ഷെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം കൃപ വേണം. പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മെ ഓരോ നാളും ദൈവം കൃപയാൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ. അപ്പൊ നാം അവസാനം ഇങ്ങനെ നടത്തിക്കൊണ്ടുപോയിട്ട് ഈ ദ്രവത്വമുള്ളതെല്ലാം അങ്ങ് മാറിയിട്ട് അദ്രവത്വമുള്ള ഒരു ശരീരം നമുക്ക് ലഭിക്കും. ഇമ്മോർട്ടലായുള്ള നമ്മുടെ ഈ ബോഡി എല്ലാം മാറിയിട്ട് ഇമ്മോർട്ടലായിട്ടുള്ള നമ്മുടെ ഈ തേജസ്സോട് കൂടിയുള്ള ഈ ബലഹീനമായതെല്ലാം മാറ്റിയിട്ട് ഒരു ശക്തിയുള്ള ശരീരം നമുക്ക് ലഭിക്കും. ശക്തിയുള്ള ഒരു ശരീരത്തിന് നമ്മൾ ഉടമയായി തീരല്ലേ. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു ശക്തി, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു തേജസ് ഉയർക്കുന്നു. ബലഹീനത വിതയ്ക്കപ്പെടുന്നു ശക്തിയിൽ ഉയർക്കുന്നു. അപ്പം നമ്മെ കുറിച്ചുള്ള വാത്സല്യത്താൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തിന്റെ ഭാഗമാതൊക്കെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലുള്ള നമ്മൾ കാണുന്നെന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15:42 മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. ദ്രവത്വത്തിലാണ് നമ്മൾ അദ്രവത്വത്തിൽ ഉയർക്കുക. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. അപ്പം നമ്മുടെ ഈ പ്രാകൃത ശരീരങ്ങളെല്ലാം മാറിയിട്ട് നാം ഒരു ആത്മീക ശരീരത്തോടു കൂടി ആയിരിക്കുന്ന അവസ്ഥയിൽ അപ്പൊ ദൈവത്തിന്റെ കൃപ ഒരിക്കലും നിരക്കുന്നില്ല. രക്ഷയിൽ തുടങ്ങി നിത്യത വരെ നിത്യതയിലും ദൈവത്തിന്റെ കൃപ തുടർന്നുകൊണ്ടേയിരിക്കും. ആ നിത്യതയിലാണ് നമുക്ക് ആ കൃപയുടെ അത്യന്ത ധനത്തെ, വരുംകാലം എന്ന് പറയുമ്പോൾ നമുക്ക് അന്നേ അതിന്റെ അത്യന്ത ധനത്തെ മനസ്സിലാക്കുവാനായിട്ട്. ഒരു ഭക്തൻ ഇങ്ങനെയാണ് പറഞ്ഞത്, സ്വർഗം നമ്മുടെ സ്കൂളും ദൈവം നമ്മുടെ ടീച്ചറും ആയിരിക്കും. സ്വർഗത്തിലും ദൈവം നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ. അല്ലെ, നമ്മള് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നാം ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ പഴയ അവസ്ഥ നോക്കുമ്പോൾ നമ്മളെ പോലുള്ള എത്രയോ നമ്മളോട് കൂടെ ജീവിച്ച എത്രയോ ആൾക്കാർ, നമ്മൾ കണ്ടുപോയ എത്രയോ ആൾക്കാർ അവിടെ കാണാതിരിക്കുമ്പോൾ എത്രത്തോളം കൃപയാലായിരിക്കും അന്നായിരിക്കും നമുക്ക് ഏറ്റവും വ്യക്തമാകുന്ന ഇരുട്ടിന്റെ രോഗത്തിലേക്ക് നാം പോകാമായിരുന്നു. ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി തന്നു. ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മൾ വീണ്ടും പോകുവാനിരിക്കുക, ആ നിത്യനാശത്തിലേക്ക് പോകുവാനിരിക്കുന്ന നമ്മെ കൈപിടിച്ചുയർത്തി പുത്രനോടുകൂടി ആക്കിയിരിക്കുന്ന അവസ്ഥ ഈ ലോകത്ത് നമുക്കത് മനസ്സിലാകത്തില്ലായിരിക്കാത്ര. പക്ഷെ വരും കാലങ്ങൾ കർത്താവിനോടുകൂടെ സ്വർഗത്തിലായിരിക്കുമ്പോൾ ഈ നിത്യതയിൽ ആ കൃപയുടെ അത്യന്ത ധനത്തെ നമുക്ക് മനസ്സിലാക്കാനിരിക്കും. ഇപ്പോഴും നമ്മെ മനസ്സിലാക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ കണ്ണ് പലപ്പോഴും ലോകത്തിലായതുകൊണ്ട് നമുക്ക് അത്രയും മനസ്സിലാകത്തില്ല. നമുക്ക് വരും കാലങ്ങളിൽ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, രക്ഷ എന്നത് ദൈവത്തിന്റെ ദാനമാണ്. റെവലേഷനിൽ നമുക്ക് കാണുന്നുണ്ട്, അത് കുഞ്ഞാടും എല്ലാവരും കൂടെ എല്ലാ ദൂതന്മാരും എല്ലാം ആർത്തുഘോഷിക്കുന്നുണ്ട്. ഇത് രക്ഷ എന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമാണ്. നമുക്കൊരിക്കലും അത് അർഹമായിരുന്നില്ല, നമുക്കൊരിക്കലും നേടിയെടുക്കാൻ കഴിയുമായിരുന്നു, നമുക്കൊരു യോഗ്യതയും ഇല്ലായിരുന്നു. നമുക്കൊന്ന് വായിക്കാം വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കമുന്ന് വീണ് ആമേൻ. അവരുടെ ദൂതന്മാരൊക്കെ ഉണ്ട്. കാരണം അവരെ പോലെ കുറച്ച് ദൂതന്മാരൊക്കെ വീണു പോയപ്പോ അവർക്ക് വേണ്ടി എന്താ ഒരുക്കി? അവരെ ആരെയും വീണ്ടെടുത്തില്ല. നരകം ഒരുക്കിയപ്പോ നമുക്ക് വേണ്ടി കാൽവറി ഒരുക്കി നമ്മെ വീണ്ടെടുത്തു. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് അവർ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു.
എന്നിട്ട് 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ദാനമായ രക്ഷ കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മെ ആ നിത്യതയിലേക്ക് ആക്കി തീർത്തു. അപ്പൊ അതൊക്കെ നമുക്ക് ആ നിത്യതയിലാണ് ഏറ്റവും അധികമായി മനസ്സിലാക്കുന്നത്. നമ്മള് കർത്താവായ യേശു ക്രിസ്തു തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ ഇവരും കാണും. അവരെ ഇപ്പൊ ഞാൻ അതിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു പറയുന്നുണ്ട്. കാരണം ഓരോ കാലത്തും ദൈവം നമുക്ക് കുറേശ്ശെയായി തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. നാം പണ്ട് ദൈവത്തെ അറിഞ്ഞതുപോലെയാണോ നാം ദൈവത്തെ ഇപ്പോൾ അറിയുന്നത്? നാം ഓരോ ദിവസവും തന്റെ കൃപയെപ്പറ്റി വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നാം അടുത്തു പോകുമ്പോൾ, നാം ദൈവത്തോട് കൂടെ ഇരിക്കുമ്പോൾ, നാം ഓരോ ദിവസവും ദൈവത്തിന്റെ കൃപയെയും കാരുണ്യത്തെയും മഹാസ്നേഹത്തെയും കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കൃപയുടെ അത്യന്ത ധനം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കാം. കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന തന്റെ ശിഷ്യന്മാരിലൂടെ താൻ വെളിപ്പെടുത്തി, ഇന്നും താൻ തന്റെ മക്കളിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. പിതാവേ, നീ 17:24, പിതാവേ, നീ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ അത്യന്ത കൃപയുടെ അത്യന്ത ധനത്തെ ദൈവം നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത് നിത്യതയിലും തുടർന്നു കൊണ്ടേയിരിക്കും. നമുക്ക് നിത്യതയിൽ നമ്മൾ ചെല്ലുമ്പോൾ എല്ലാം ഒന്നും പഠിക്കത്തില്ല. നമുക്ക് കോടിക്കോടി വർഷങ്ങളുണ്ടല്ലോ. അപ്പൊ അത് ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ കൃപയെ പറ്റി മനസ്സിലാകുന്നതിന് ഏറ്റവും വലിയ ഇടം സ്വർഗം തന്നെയാണ്. സ്വർഗത്തിലെത്തുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പലരും അവിടെ ഇല്ലാതിരിക്കുമ്പോൾ ദൈവം നമ്മെ രക്ഷിച്ച കൃപയെ ഓർക്കുമ്പോൾ എത്രത്തോളം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ലോകത്ത് നമ്മെ രക്ഷിച്ചെങ്കിലും നാം ഇപ്പോഴും നമ്മള് വിശ്വസിച്ചത് കൊണ്ടാണ് നാം രക്ഷിക്കപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത വാക്യങ്ങളിൽ പഠിക്കാം. പക്ഷെ നമ്മുടെ ഒരു പ്രവൃത്തിയും കാരണമല്ല, നമ്മൾക്ക് ഒരു യോഗ്യതയും ഇല്ലായിരുന്നു നമ്മെ ദൈവം വീണ്ടെടുത്തു എന്നൊരു മാത്രമൊന്ന് പറയാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അത് പറയാൻ പോലും യോഗ്യതയുണ്ടോ എന്ന് അറിയത്തില്ല. ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. അപ്പം നമ്മെ രക്ഷിച്ചു ദൈവം. ക്രിസ്തുവിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവം അത് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. നിത്യതയിലും തുടരും. നാം എത്രത്തോളം ദൈവത്തെ അറിയുന്നുവോ അത്രത്തോളം ദൈവം നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മള് പഴയ നിയമത്തിലെ ഒരു വാക്കുണ്ടല്ലോ, ആമോസിന്റെ പുസ്തകമാണെന്ന് തോന്നുന്നു, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, ദൈവമേ നിന്റെ വചനം വായിപ്പാനും നിന്റെ വചനം തിന്നുവാനും കുടിപ്പാനുള്ള വിശപ്പും ദാഹവും തന്നെ തരണേന്ന് ഞാൻ പലപ്പോഴും ഒക്കെ പ്രാർത്ഥിക്കും, മിക്കവാറും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ദൈവം അത് ദൈവം കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മള് ദൈവത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കുമ്പോൾ, ദൈവത്തിനു വേണ്ടി ആഗ്രഹിക്കുമ്പോഴേ ദൈവം നമുക്ക് തന്നെ വെളിപ്പെടുത്തുന്നത്. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ അത് ഉൾപ്പെടുത്തണം. കർത്താവേ, ഈ ലോകത്തിലെ ദാഹമല്ല എനിക്ക് വേണ്ടത്, നിന്നെ അറിയുവാനുള്ള ദാഹം, അങ്ങേ അറിയുവാനുള്ള ദാഹം, കുറച്ചുകൂടി അറിയുവാനുള്ള ദാഹം. നമ്മൾ മോശയുടെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ, മോശ ദൈവത്തെ അറിഞ്ഞു, ദൈവത്തിന് കൂടെ ഇരുന്നു. 80 രാവും 80 പകലും കർത്താവിനോട് കൂടെ ആയിരുന്നു. ദൈവത്തിന്റെ ശബ്ദം കേട്ടു. നമ്മള് അവിടെ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്, ജനമെല്ലാം ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ പേടിച്ചു വിറച്ചപ്പോൾ മോശ ദൈവം ഇരുന്ന കൂരിലിനോട് ചേർന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അങ്ങനെ പറഞ്ഞ മോശയാണ് പിന്നെ പറയുന്നത്, ദൈവമേ നിന്നെ കുറെ കൂടെ എനിക്കൊന്ന് അറിയണം. എത്രത്തോളം അറിയണം? നമുക്കും ഒന്ന് പറയാൻ കഴിയുമോ? നമ്മൾ ദൈവത്തെ ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ നമുക്കും പറയാൻ കഴിയുമോ, ദൈവമേ എനിക്ക് നിന്നെ കുറച്ചുകൂടെ അറിയണം. അതുകൊണ്ടാണ് പർവ്വത പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അപ്പൊ ആത്മാവിലെ ദാരിദ്ര്യമാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കുടിച്ചിരിക്കുന്നവർക്ക്, നിറഞ്ഞിരിക്കുന്നവർക്ക് ഇനി വെള്ളത്തിന്റെ കാര്യമില്ല അല്ലെ, ആവശ്യമില്ല. പക്ഷെ നിറയാത്തവന്, ദാഹിച്ചിരിക്കുന്നവന് വെള്ളത്തിന് ഭയങ്കര മധുരമായിരിക്കും അല്ലേ.
അപ്പം നാം നിറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിച്ച് കഴിഞ്ഞാൽ, നാം എല്ലാം തികഞ്ഞിരിക്കുന്നു നമുക്ക് വിശ്വസിച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ദാഹമൊന്നും വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ ദാഹം വരത്തില്ല. പക്ഷേ നാം ഒന്നുമില്ല എന്ന് നമുക്ക് വീണ്ടും വീണ്ടും അവനെ അറിയണം. നാം ആ ഒരു ദാഹം നമ്മൾ എപ്പോഴും ഉണ്ടെങ്കിൽ ദൈവം നമ്മെ നിറയ്ക്കുമെന്നേ. നമ്മെ കൊണ്ട് കഴിവില്ലെന്ന് നമുക്കറിയാം, പക്ഷെ കഴിവില്ലെന്നൊന്ന് സമ്മതിച്ചു കൊടുക്കാമോ നമുക്ക്? കർത്താവേ, എനിക്ക് അങ്ങേ കുറെ കൂടെ അറിയണം. നമുക്കറിയാം നമ്മൾ പ്രായമായി വരുന്നത്, ഇതിനകത്ത് ചെറുപ്പക്കാരൊക്കെ കുറവാ അല്ലെ, ചെറുപ്പക്കാരില്ല ഇതിനകത്ത്. പക്ഷെ നമ്മളെല്ലാവരും പ്രായമായവരാ. നമുക്ക് വചനം പഠിച്ചാൽ നമുക്ക് മറന്നു പോകും, അത് ശരിയാണ്. പക്ഷെ ദൈവത്തോടൊന്ന് പറയാമോ, കർത്താവെ ഓർമ്മ തരണേ. സാരമില്ല, പഠിച്ചതൊക്കെ മറഞ്ഞു പോകും, പക്ഷെ നമ്മൾ എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ വചനം കുത്തി നിറയ്ക്കുന്നുവോ അത്രത്തോളം ദൈവം നമുക്ക് ദൈവത്തിന്റെ കൃപയെ പറ്റി മനസ്സിലാക്കി തരും. വചനമില്ലെങ്കിൽ എങ്ങനെയാ ദൈവത്തിന്റെ കൃപ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്? ദൈവത്തിന്റെ കൃപ, വചനം നമ്മൾ പഠിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പാപത്തിനെ എതിർത്തൊക്കെ ജീവിക്കാനായിട്ട് കഴിയുന്നത്. പിശാചിന്റെ തന്ത്രങ്ങൾ ഏറ്റുനിൽപ്പാൻ കഴിയേണ്ടത് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുക എന്നാ പറയുന്നത്. അതിനകത്ത് വിശ്വാസമുണ്ട്, രക്ഷയുണ്ട്, വചനമെന്ന വാളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പിശാചിനോട് എതിർത്ത് കാര്യമില്ല. നമ്മളിൽ വചനം കുറച്ച് നിറച്ചിരിക്കുകയാണെങ്കിൽ പിശാചിൻ നമ്മുടെ അടുത്ത് ഒന്നും വരത്തില്ല. കാരണം അവന്റെ ഒരു ഒരു കാര്യങ്ങളും ഒരു തന്ത്രങ്ങളും നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം പറയാൻ കഴിയും, നമ്മൾ നേരെ ദൈവത്തെ വിശ്വസിച്ച് പോവുക. ദൈവത്തിന്റെ വചനം ഉള്ളിൽ നിറച്ച് ദൈവാത്മാവിനാൽ നടത്തപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു കാര്യത്തിനും ഈ ലോകത്തിൽ ഒന്നിനും നമ്മെ അടിമപ്പെടുത്തുവാനായിട്ട് കഴിയത്തില്ല. വചനം നിറയ്ക്കുക, മറന്നു പൊയ്ക്കോട്ടെ, വീണ്ടും പഠിക്കുക, വീണ്ടും പഠിക്കുക, വീണ്ടും പഠിക്കുക. ആ തീരാത്ത ജീവന്റെ ഉറവയിൽ നിന്ന് ദൈവം നമുക്ക് തരും. നീരുറവയിൽ നിന്ന് ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും വേണ്ടുന്നതിന് ആവശ്യമായ കൃപകളാൽ ദൈവം നിറച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ വചനം, ബൈബിൾ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നേ, കുഴിച്ചാലും പറ്റാത്ത ഒരു നീരുറവ. എത്രത്തോളം നമ്മൾ കുഴിക്കുന്നുവോ അത്രത്തോളം ദൈവം നമുക്ക് പകർന്നുകൊണ്ടേയിരിക്കും. എത്രത്തോളം നമ്മൾ വചനം തുറക്കാത്തവര് എനിക്ക് ഇന്നൊരു അധ്യായം വായിക്കണം, നാളെ ഒരു അധ്യായം വായിക്കണം, എനിക്ക് ഒരു വർഷം വചനം വായിച്ചു തീർക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കൊന്നും ഒന്നും കിട്ടാറില്ല. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നോ അത്രത്തോളം ദൈവം നമ്മളെ വചനം നിറയ്ക്കാൻ, അവന്റെ ഭണ്ഡാരത്തിന് ഒരു കുറവുമില്ല. ദൈവം പറയുന്നുണ്ട്, ആകാശത്തിന്റെ കിളിവാതിലെ തുറന്ന് സ്ഥലം പോരാതോടെ നിങ്ങളെ നിറയ്ക്കുമെന്ന്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി എത്ര സ്ഥലം ഒഴിച്ചു വെച്ചേക്കാം അത് മുഴുവൻ ദൈവം നിറയ്ക്കും. നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആ സ്ഥലം ഒഴിച്ചു വെച്ചേക്കുന്നെങ്കിൽ നിറയ്ക്കാൻ ദൈവത്തിനൊന്നും ഒക്കത്തില്ല. കാരണം മറ്റേത് നീക്കിക്കഴിഞ്ഞല്ല ദൈവത്തിന് നിറയ്ക്കാനൊക്കത്തുള്ളൂ. ആ ലോകത്തിന്റെ കാര്യങ്ങളെയൊക്കെ അങ്ങ് മാറ്റിക്കളഞ്ഞാലും, എന്റെ ജീവന കാര്യങ്ങളെ എല്ലാം അങ്ങ് ചിന്തിച്ച് കളഞ്ഞാലും അതാ പറയുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട. നാളെക്കുറിച്ച് നിന്ദിക്കുന്ന ഈ ലോകത്തിന്റെ ആൾക്കാരാണ്. തിന്നാനോ കുടിപ്പാനോ ഉള്ളത് മാത്രം അന്വേഷിച്ചാൽ മതി, അതും ദൈവം നമുക്ക് തരും അല്ലെ. അപ്പൊ നമ്മൾക്ക് ഓരോ ദിവസവും ജീവിക്കാനുള്ള കൃപ ദൈവം തരും. ദൈവത്തെ എത്രത്തോളം നാം അറിയണമോ അത്രത്തോളം ദൈവം നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കും. അപ്പൊ അറിയുന്നില്ലെങ്കിൽ അത് നമ്മുടെ കുഴപ്പമല്ല, അത് ദൈവത്തിന്റെ കുഴപ്പമല്ല, അത് ദൈവത്തിന്റെ കുഴപ്പമല്ല, അത് നമ്മുടെ കുഴപ്പം തന്നെയാണ്. അത് നമുക്ക് ഫിലിപ്പിയ ലേഖനത്തില് പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തിന്റെ കൃപയുടെ അത്യന്തം മഹത്വത്തെ കണ്ട പൗലോസ് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3:10-11 വാക്യങ്ങൾ. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ചവറ് എന്ന് എണ്ണുന്നു. അപ്പം ദൈവത്തിന്റെ കൃപയുടെ അത്യന്ത മഹത്വത്തെ കണ്ട പൗലോസ് പറയുകയാണ് ഈ ലോകത്തിലുള്ളതെല്ലാം ചവറാണ് എന്ന്. അപ്പൊ ആ ക്രിസ്തുവിനോടുകൂടെ ആ കത്തിന്റെ ധനത്തെ ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായി ഈ ലോകത്തിലുള്ളതൊന്നും അഴിഞ്ഞു പോകുന്നതാണ്, ഇത് ദ്രവത്വമാണ്. അദ്രവത്വമായ ഒരു അവസ്ഥയിലേക്ക് ദൈവം ആക്കി തീർക്കും. പുത്രനോടുകൂടെ ആ പുത്രന്റെ ആ തേജസ്കരിക്കപ്പെട്ട അതുപോലെയുള്ള ശരീരം നമുക്ക് കിട്ടും. നാം ക്രിസ്തുവിനോടുകൂടെ എപ്പോഴും ആയിരിക്കാം. ഉയരത്തിൽ നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. പക്ഷെ ആ ഉയരത്തിന്റെ അവസ്ഥയിലേക്ക് നാം ആയിത്തീരുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലെ. ഈ ലോകത്ത് നമ്മൾ ആത്മീയമായി പറഞ്ഞ് നമ്മൾ
സ്വർഗത്തിലിരിക്കുക, പക്ഷെ നമ്മൾ ഭൂമിയിലിരിക്കുക. പക്ഷെ നാം സ്വർഗത്തിലായിത്തീരും ഒരു കാലത്ത്. അത് സെക്യൂർ ആണ്, അത് ഷുവർട്ടിയാണ്, ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനത്തിൽ ഒരിക്കലും മാറ്റമില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ വചനങ്ങൾക്കോ വാക്കുകൾക്കോ ഒരു മാറ്റവുമില്ല. നാം ഇവിടെ നിന്ന് വിടുതൽ പ്രാപിച്ച് ക്രിസ്തുവിനോട് കൂടെ സ്വർഗത്ത് ആയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. പൗലോസ് പറഞ്ഞു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവിടുന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവ് വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി തീർക്കുക. 1 യോഹന്നാൻ 3:1-2-3 കൂടെ വായിച്ചിട്ട് നമുക്ക് ഈ വാക്യം അവസാനിപ്പിക്കാം. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം അങ്ങനെ തന്നെ ആകുന്നു. പിന്നെ നമ്മള് 2ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. എന്നിട്ട് നമ്മള് 3ാമത്തെ വാക്യം പലപ്പോഴും നാം വായിക്കാറില്ല, മറന്നു പോകുന്നുണ്ട്. അവനിൽ ഈ പ്രത്യാശയുള്ളവർ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. അപ്പൊ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നതിന് മാത്രമേ ക്രിസ്തുവിനോടുകൂടെ ആ അവസ്ഥയിലായിരിക്കാനായിട്ട് ഒക്കെയുള്ളൂ. അതുപോലെ അല്ലെങ്കിൽ നാം കേവലം ഇവിടെ ജീവിച്ചു മരിച്ചു എന്ന അവസ്ഥയിൽ ആയിത്തീരും. ഓക്കെ, ഇനി നമുക്ക് 8ാമത്തെ വാക്യത്തിലേക്ക് പോകും. അപ്പൊ നമ്മൾ പഠിച്ചത് ക്രിസ്തുവേശുവിൽ തന്റെ കൃപയുടെ ക്രിസ്തുവേശുവിൽ തന്റെ വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമ്മെ ഉയർപ്പിച്ച് അവനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പൊ കൃപയുടെ ധനത്തെ കാണിക്കണം. അപ്പൊ കൃപ രക്ഷയിൽ തുടങ്ങി നിത്യതയല്ല, നിത്യതയോളം തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വലിയൊരു കൃപ. നിത്യതയിലാണ് ആ കൃപയുടെ അത്യന്ത മഹത്വം, ധനത്തിന്റെ ഒക്കെ മഹത്വം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി 8ാമത്തെ വാക്യം. ഓക്കെ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. നമുക്ക് എല്ലാവർക്കും നല്ലവണ്ണം അറിയാവുന്ന ഒരു വാക്യമാണ് ഇതെന്ന് പറയുന്നത്. വേറെ ട്രാൻസ്ലേഷൻ പറയുന്നത്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ മറ്റേ നമ്മുടെ സാധാരണ ബൈബിൾ പറയുന്നത് അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ലഭിച്ചതല്ല എന്ന് നമ്മൾ പ്രശംസിക്കരുത്. ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന വിധത്തിൽ നാം പ്രശംസിക്കുക ചെയ്തത് ലഭിച്ചത് തന്നെയാണ്. അപ്പം രക്ഷയുടെ ഏറ്റവും ലളിതമായ 3 കാര്യങ്ങളാണ് അടുത്ത വാക്യങ്ങളിൽ കാണുന്നത്. അതിൽ പറയുന്നത്, ഒന്ന്, രക്ഷയുടെ ഉത്ഭവം എന്നത് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിച്ച ദൈവത്തിന്റെ കൃപ. 2ാമത്, ദൈവമാണ് ഇതിന് മുൻകൈ എടുത്തത്. 3ാമത്, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വത്താലും അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയുടെയും ഫലമായാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ആളത്വം, ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി തീർന്നു. അത് ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് വില കൊടുത്തതിനാലാണ്. അതായത് രക്ഷ എന്നത് പറഞ്ഞ കൃപയാലാണ്. അതുപോലെ ദൈവമാണ് അതിനെ ഇനിഷ്യേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ആ ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് വിലയുടെയും അടിസ്ഥാനത്തിലാണ്. ഒരിക്കലും അർഹതയില്ലായിരുന്നു നമ്മെ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് രക്ഷ നൽകുന്നു. അപ്പൊ കൃപയാൽ ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം, അല്ലെ, അത് നമ്മൾ നേടിയെടുത്തതല്ല, ദൈവം നമുക്ക് തന്നതാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ വാക്യത്തിൽ നിന്ന് തന്നെ, ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലമാണ് നമുക്ക് രക്ഷ കിട്ടിയത് എന്നുള്ള 2-3 വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് വായിച്ചു പോകാം, നമുക്ക് അധികം സമയമില്ല. ഈ വാക്യം എനിക്ക് തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് റോമർ 3:24 കേട്ടിരുന്നാ മതി. നമുക്കറിയാവുന്ന വാക്യങ്ങളാ. അവന്റെ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നാം നീതീകരിക്കപ്പെടുന്നത്. അപ്പം അവന്റെ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി. റോമർ 5:15. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായി യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനം അനേകർക്ക് വേണ്ടി. അവിടെ നമ്മളത് കാണുന്നു. ദൈവകൃപ, ക്രിസ്തുവിന്റെ ദാനം ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു.
റോമർ 11:6 കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. അതുപോലെ തന്നെ തീത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന് ദൈവം മനുഷ്യപ്രീതി മോചിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തന്റെ കരുണയാൽ അത്രേ രക്ഷിച്ചത്. അധികം വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല, മുമ്പോട്ട് പോകാം. അപ്പം രക്ഷ എന്നത് തന്നെ കൃപയാലാണ്, ദൈവത്തിന്റെ ദാനമാണ്. അത് ക്രിസ്തുവിന്റെ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ആ ക്രൂശിലെ ആ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയാലാണ്. അപ്പം ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ പറയുന്ന ശ്രദ്ധിച്ചു കേൾക്കണം, നമ്മുടെ രക്ഷയ്ക്ക് കാരണമായ വിശ്വാസവും ദൈവത്തിന്റെ ദാനമാണ്. കാരണം പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടത്. പക്ഷെ അങ്ങനെയല്ല, വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടത്, പക്ഷെ നമ്മുടെ രക്ഷയും ആ രക്ഷയ്ക്ക് ആധാരമായി തീർന്ന വിശ്വാസവും ദൈവത്തിന്റെ ദാനമാണ്. അപ്പം ദൈവത്തിന്റെ ഒരു മനുഷ്യനും തന്റെ രക്ഷയിൽ പ്രശംസിപ്പാൻ കഴിയുകയില്ല. അപ്പം നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി മൂലമോ നമ്മളുടെ വിശ്വാസം മൂലമോ നമുക്ക് രക്ഷയിലേക്ക് വരുവാനായിട്ട് കഴിയുകയില്ല. അത് ദൈവത്തിന്റെ ദാനം മാത്രമേയാണ്. റോമാലേഖനം 3:27 പറഞ്ഞ, ആകയാൽ പ്രശംസ എവിടെ? അത് പൊയ്പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസ മാർഗത്താൽ തന്നെ. നമുക്കറിയാം 1 കൊരിന്ത്യർ 1:29-30 വാക്യങ്ങൾ പറയുന്നു, ദൈവം രക്ഷ സൗജന്യമായി തന്നത് അത് ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതന്നെ. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. അപ്പം നാം എന്തെങ്കിലും ദൈവത്തിന് ചെയ്തു എന്നോ നാം ആരെങ്കിലും എന്ന് ആണെങ്കിലും അല്ല ദൈവം നമ്മെ രക്ഷിച്ചത്, ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ്. അതുകൊണ്ട് നാം എന്തെങ്കിലും ആയി തീർന്നതിന് ശേഷമല്ല ദൈവം നമ്മെ രക്ഷിച്ചത്. നാം കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്, നാം സ്നേഹിക്കുന്നതിന് മുമ്പേ ദൈവം നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ട് നമുക്ക് പ്രശംസിക്കാനാണെങ്കിൽ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ പ്രശംസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ രക്ഷയുടെ ആ വഴിയെക്കുറിച്ച് മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും പ്രവൃത്തിയിലൂടെ രക്ഷ പ്രാപിക്കുക എന്നത് മനുഷ്യർക്ക് അസാധ്യമാണ്. നമുക്കറിയാം, യെശയ്യാവിന്റെ പുസ്തകം 64:6 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നാം എല്ലാവരും അശുദ്ധരെ പോലെ ആയിരുന്നു, നമ്മളുടെ നീതി പ്രവൃത്തികൾ കറ പുരണ്ട തുണി പോലെയാകുന്നു. നമ്മൾ എത്ര നീതി പ്രവൃത്തികളാലും അത് ദൈവത്തിന്റെ സന്നിധിയിൽ കറ പുരണ്ട തുണി മാത്രമായി തീരുകയാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വിശ്വാസത്താൽ നാം രക്ഷ പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്താൽ മാത്രം, വിശ്വാസം തന്നെ ഒരിക്കലും രക്ഷയ്ക്ക് കാരണമാകുന്നില്ല. ഇങ്ങനെ പറയാം, ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്. അപ്പം രക്ഷയാൽ വിശ്വാസത്താൽ, നമ്മുടെ വിശ്വാസം രക്ഷയ്ക്ക് കാരണമല്ല, പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടു. അത് ദൈവത്തിന്റെ ദാനമാണ്, അത് ദൈവത്തിന്റെ കരുണയാണ്. അപ്പം എല്ലാവരും പാപികളായിരുന്നു. എന്തുകൊണ്ട്? ഈ ലോകത്തിന്റെ ദൈവം എല്ലാവരുടെയും കണ്ണ് കുരുടാക്കി. അപ്പം അങ്ങനെയാണെങ്കിൽ, എല്ലാവരുടെയും കണ്ണ് ദൈവം കുരുടാക്കിയെങ്കിൽ ആരാ കണ്ണ് തുറക്കുന്നത്? ആർക്കും നമ്മെ സഹായിക്കാൻ കഴിയില്ല. നമ്മുടെ കണ്ണ് തുറക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. എല്ലാവരും പാപം ചെയ്ത് ദൈവദായുസ്സ് ഇല്ലാത്തവരായി തീർന്നു. അപ്പം ദൈവം നമ്മിൽ എന്തെങ്കിലും ഒരു പ്രീ വർക്ക് ചെയ്താൽ മാത്രമേ നാം വിശ്വസിക്കാൻ കാരണമായി തീരത്തുള്ളൂ. അപ്പൊ നമ്മൾ പറയത്തില്ല, പ്രീ റിക്വസിറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ദൈവം നമ്മൾ ഒരു പ്രീ വർക്ക്, ഒരു ഒരു ഉത്തേജനം തന്നാൽ മാത്രമേ, ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കാരണമായി തീരും. നമുക്ക് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാകും, വിശ്വാസത്തിന് 2 പാർട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗ്രേസ് ഓർ പവർ ടു ബിലീവ്. കൃപ അല്ലെങ്കിൽ വിശ്വസിക്കാനുള്ള ഒരു ശക്തി നമ്മിൽ വേണം, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയും. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. രണ്ടാമത്
നമുക്ക് വിശ്വസിക്കാനുള്ള ഒരു പ്രവൃത്തിയും വേണം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആ ഒരു പ്രീ വർക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് വർക്ക് ദൈവം ചെയ്യണം. ക്രിസ്തുവിന്റെ കൃപയാൽ വിശ്വസിക്കാനുള്ള ഒരു ശക്തി ദൈവം നമുക്ക് തരണം. ആ ശക്തിയാൽ നാം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ നാം വിശ്വസിക്കണം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം, വെറും വിശ്വാസത്താൽ ആകത്തില്ല. കൃപയാൽ, ദൈവത്തിന്റെ വചനത്താൽ ദൈവം നമ്മെ സുവിശേഷം കേൾപ്പിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ സുവിശേഷത്തിന് റെസ്പോണ്ട് ചെയ്യുവാൻ നാം ഇടയായി തീരുകയും ചെയ്യുമ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്നത്. നാം എന്തെങ്കിലും വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ മക്കളാകില്ല. ദൈവത്തിന്റെ വചനത്താൽ ദൈവം നമ്മെ സുവിശേഷത്താൽ വിളിക്കുന്നു. ആ സുവിശേഷം എത്രയോ പേര് സുവിശേഷം കേൾക്കുന്നുണ്ട്. സ്വീകരിക്കുന്നവരിൽ ദൈവശക്തി പ്രവർത്തിക്കുമ്പോൾ അവര് സ്വീകരിക്കുകയും രക്ഷയിലേക്ക് വരുവാൻ കാരണമായി തീരുകയും ചെയ്യുന്നു. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. നമുക്കറിയാം, യേശുവിനെ കർത്താവെന്ന് വായും കേറ്റി പറയും, ദൈവം അവനെ മറ്റൊന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും. പക്ഷേ അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ ഈ ലോകത്തുള്ള മനുഷ്യരെ പോലെ ഈ ലോകത്തിന് അനുരൂപമായി നടന്ന് നമ്മൾ വിശ്വസിക്കാൻ നമ്മളൊന്നും ഇല്ലായിരുന്നു. ആരെങ്കിലും ഒന്ന് ജീവൻ തരണ്ടായിരുന്നോ? നമ്മൾ മരിച്ചവരെ പോലെ ഫ്ലോട്ട് ചെയ്ത് നടക്കുകയായിരുന്നു. മരിച്ചവരെങ്ങനെയാ വിശ്വസിക്കുന്നത്? ദൈവത്തിന്റെ കാര്യങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ദൈവം നമുക്ക് ഉള്ളിൽ ജീവൻ തന്നാലേ ഒക്കത്തുള്ളൂ, അല്ലേ? അപ്പം ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിനാൽ വിശ്വസിക്കാനുള്ള ഒരു കൃപ ദൈവം തന്നു. അപ്പം വിശ്വാസം രണ്ട് കാര്യങ്ങളാണുള്ളത്. ആരെങ്കിലും നമ്മളെ ഒന്ന് തിരികത്തിക്കണമായിരുന്നല്ലേ? തിരികത്തിക്കണം എന്ന് പറഞ്ഞാൽ ഒരു എൻകറേജ്മെന്റ് തരണം, അല്ലെങ്കിൽ നമ്മെ ഒന്ന് ഉത്തേജിപ്പിക്കണമായിരുന്നു. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ. പിന്നെ നമ്മൾ ആ പ്രവൃത്തി നമ്മുടെ വായ് കൊണ്ട് ഏറ്റു പറയുന്നു. നാം അടുത്ത ക്ലാസ്സിൽ ഇടാകുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ ആ ദൈവത്തിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ വചനത്താൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ വചനത്താൽ ദൈവം നമ്മെ വിളിക്കുകയും നാം പാപവഴികളെ വിട്ടുകളഞ്ഞ് വിശ്വസിപ്പാൻ കാരണമായി തീരുകയും ചെയ്യുന്നു. അത് രക്ഷിക്കപ്പെട്ടവർക്ക് നല്ലോണം അറിയാം. നിത്യജീവൻ എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തിന്റെ കൃപയാലാണ്. അതിനും നിങ്ങൾ കാരണമല്ല. അവിടെ അല്ലേ അങ്ങനെയല്ലേ? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം മാത്രം. മനുഷ്യന്റെ സ്വന്തം പ്രയത്നത്താൽ രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ മരിച്ച ആൾക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. ആരെങ്കിലും ഒന്ന് എന്താണ് മരിച്ചവരെവിടെ കിടക്കുന്നത്? അവിടെ കിടക്കേ ഉള്ളൂ. അവിടെ എന്ന് പറയുന്നത് ഒന്ന് ജീവൻ വരണം, ആ കോഫിനകത്തൊന്ന് ഒന്ന്, അല്ലെങ്കിൽ ആ ഒരു സഫക്കേഷനും ഇല്ല, അവിടെ തന്നെ കിടക്കുമല്ലേ. അപ്പൊ ഈ ലോകത്തെ ഒന്ന് വിട്ടു വരണമെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ജീവൻ നമുക്ക് വന്നേ ഒക്കത്തുള്ളൂ. നാം ലോകത്തിലൂടെ പോവുകയായിരുന്നു. എതിരെ പ്രവർത്തിക്കാൻ നമുക്കൊരു ലോകത്തിനെതിരെ ഒന്ന് പ്രവർത്തിക്കാൻ ഒരു ശക്തി വരണം. അത് ദൈവത്തിന്റെ കൃപ. അപ്പം നമ്മൾ ഡെഡ് പോലെ ഫ്ലോട്ട് ചെയ്യുകയായിരുന്നു ഈ ലോകത്തിന്റെ കാലഗതി. പക്ഷെ ദൈവം നമ്മൾ ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ ശക്തിയാൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് നമ്മളെ രക്ഷയിലേക്ക് വന്നത്. അത് ദൈവത്തിന്റെ ദാനമാണ്, നമുക്ക് സൗജന്യമായി ലഭിച്ചതാണ്. അത് പ്രതിഫലം ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മയ്ക്ക് രക്ഷയ്ക്കായി ദൈവത്തിന് വല്ലതും കൊടുക്കാനായിരുന്നെങ്കിൽ നമുക്കൊന്നും കൊടുക്കാനായിട്ട് കഴിയുകയില്ല. അതിന് പകരമായി ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അത് ഒരിക്കലും പുത്രന്റെ ജീവന് പകരമായി നമുക്കൊന്നും കൊടുക്കുവാനായിട്ട് കഴിയത്തില്ല. ഒരിക്കലും നമുക്കൊന്നും, നമ്മുടെ നീതി പ്രവൃത്തികളോ നമുക്കൊന്നും അതിന് പകരമായിട്ട് നമുക്ക് കൊടുക്കാൻ, നമ്മളെ സ്വന്തമായിട്ട് അങ്ങ് കൊടുത്താലും അതിന് പകരം ഒരിക്കലും ആകത്തില്ല. ക്രിസ്തുവിന്റെ യാഗത്തിന് പകരമായി നമുക്ക് പറയാനായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ രക്ഷ തുടങ്ങി നമ്മുടെ അന്ത്യം വരെയും ദൈവത്തിന്റെ കൃപയാലാണ്. അത് നമ്മുടെ എല്ലാ നിത്യജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ കൃപയാലാണ്. അപ്പൊ അത് നമ്മുടെ രക്ഷയായാലും, അത് നമ്മുടെ മാനസാന്തരമായാലും, അത് നിത്യജീവനായാലും, നമ്മുടെ വിശ്വാസമായാലും എന്തുവാണേലും ദൈവത്തിന്റെ ദാനമാണ്. നമുക്കറിയാം ഈ ദൈവവചനം നമ്മൾ വിശ്വസിച്ചുകൊണ്ടാന്ന് പറയുവാണെങ്കിൽ ദൈവത്തിന്റെ വചനം ഒക്കെ എഴുതിയ ഈ ശാസ്ത്രിമായി എന്താ പറയുന്നേ, അവര് പകർത്തി എഴുതിയവരല്ലേ, അവര് കോപ്പി ചെയ്തവരല്ലേ, അവരൊക്കെ എത്രത്തോളം വചനത്തിന് മുമ്പിൽ ഇരുന്ന് എഴുതിയൊക്കെ അല്ലേ. പക്ഷെ അവരൊക്കെ നിരസ്കരിച്ചു കളഞ്ഞു, അല്ലെ? തിരസ്കരിച്ചു കളഞ്ഞു. അവരിലൊന്നും ദൈവം അവര് ദൈവത്തിന്റെ വചനം, അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. അതുകൊണ്ട്
അവരത് തിരസ്കരിക്കാനായിട്ട് ഇടയായിരുന്നു. ദൈവത്തിന് കൃപ തോന്നി, നമ്മോട് കൃപ തോന്നി, നമ്മെ രക്ഷയ്ക്ക് പ്രാപ്തരാക്കി തീർത്തു. അത് നാം ദൈവത്തിന്റെ ദാനമാണെന്ന് എപ്പോഴും അറിഞ്ഞിരിക്കണം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടും. അതും നമ്മൾ ഒന്നും നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനം മാത്രമേ ആകുന്നു. അപ്പം നമ്മൾ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ നമുക്കൊന്നും ഒക്കത്തില്ല. വിശ്വാസം മാത്രം പോലെ ദൈവം എന്തെങ്കിലും ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്താൽ മാത്രമേ നാം വിശ്വാസത്തിൽ എത്തുകയുള്ളൂ. ആ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിലാകണം. അങ്ങനെയാണ് നാം രക്ഷയിലേക്ക് വന്നത്. നമ്മുടെ കൃപയാലല്ലോ, വിശ്വാസം മൂലം രക്ഷിക്കപ്പെടാനും ദാനമല്ല, അതും നമ്മുടെ ഒരു പ്രവൃത്തിയല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. നമുക്ക് ഒരു വാക്യം പറയാം, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആവുന്നു, അവനെന്നേക്കും മഹത്വം. ആമേൻ. ഈ വാക്കുകൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.